ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഈ കനത്ത ചൂടിൽ നിന്നും ആശ്വാസം പകരാനായിട്ട് 5 ടേസ്റ്റിലുള്ള ഡ്രിങ്കാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 5 രുചികളിലുള്ള ലസ്സിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പാല് കഴിക്കുന്നതിലും വളരെ ഹെൽത്തിയാണ് നമ്മൾ തൈരോ അല്ലെങ്കിൽ യോഗേട്ടൊക്കെ കഴിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, ശരീരം തണുക്കാനും വളരെ നല്ലതാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ബനാന ലസ്സിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 3 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പഴം എടുക്കാം കേട്ടോ. റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ പൂവമ്പഴമോ എടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. പിന്നെ പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പുളിയുള്ള തൈര് ചേർക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിവിടെ തരി പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചും ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമുള്ള തൈരാണ് നമ്മൾ ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 2 ഡെസേർട്ട് സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർക്കാം. ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മധുരത്തിൻ്റെ അളവും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഒത്തിരി മധുരം വേണമെന്നുള്ളവർക്ക് 3 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് മറക്കാതെ ചേർക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പ്. ടേസ്റ്റിനുള്ള ഉപ്പ് അല്പം ചേർത്താലേ ഈ ലസ്സിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിലേക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ ബനാന ലസ്സി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് ബൈറ്റ് ചെയ്യാൻ കിട്ടുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത കശുവണ്ടി ഇതിൻ്റെ മീതയിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിക്ക് പകരമായിട്ട് ബദാമും പിസ്തയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കഴിക്കുമ്പോൾ ബൈറ്റ് ചെയ്യാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത ലസ്സി ഉണ്ടാക്കാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ലസ്സിയാണ്. അതിന് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങി ആവശ്യത്തിന് ലൂസായി കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ലസ്സി കുറച്ച് തിക്കായിട്ടുള്ളതാണ് നല്ലത്. ആപ്പിൾ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം 2 ഡെസേർട്ട് സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആപ്പിളിനൊക്കെ നല്ല മധുരമുള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാകും. പക്ഷെ ഞാൻ 2 ടീസ്പൂൺ തന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ആ ആപ്പിൾ ലസ്സി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. ആപ്പിൾ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഇതിനകത്തുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ ബൈറ്റ് ചെയ്യാൻ കിട്ടുന്നത് വളരെ നല്ലതാണ്. പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബദാം കട്ട് ചെയ്തത് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ലസ്സി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഷമാം കൊണ്ടുള്ള ലസ്സിയാണ്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മഞ്ഞ ഭാഗം മാത്രം എടുത്താൽ മതിയാകും. അപ്പം ഞാനത് കുരുവൊക്കെ കളഞ്ഞ് മഞ്ഞ ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. 2 ഡെസേർട്ട് സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഷമാമിനൊക്കെ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് അതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
അപ്പം ഞാൻ ഷമാം ലസ്സി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഷമാമിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മിൻറ്റ് ലീവ്സ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ കുറച്ച് ഭംഗിയും കൂടിയായിരിക്കും. മഞ്ഞ നിറത്തിലുള്ള ലസ്സി ആയതുകൊണ്ട് പച്ച നിറം ചേരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. നമുക്ക് ഇഫ്താർ വിരുന്നിനൊക്കെ ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത ലസ്സി ഉണ്ടാക്കാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്മട്ടിക്ക കൊണ്ടുള്ള ലസ്സിയാണ്. കുമ്മട്ടിക്കയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കുമ്മട്ടിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. 2 ഡെസേർട്ട് സ്പൂൺ തൈരാണ് ഞാൻ എല്ലാത്തിലും ചേർത്തിരിക്കുന്നത് കേട്ടോ. കുമ്മട്ടിക്കയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ലസ്സി തയ്യാറാക്കി കഴിയുമ്പോൾ കുറച്ച് ലൂസായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. 2 ഡെസേർട്ട് സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി അടിപൊളി ടേസ്റ്റ് ആക്കാനുള്ള സൂത്രമായ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുമ്മട്ടിക്ക ലസ്സി ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകരാം. ഇത് നല്ല ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പഴം കൊണ്ടുള്ള ലസ്സിയാണ് കുറച്ച് കൂടുതൽ തിക്നെസ് ഉള്ളത്. പിന്നെ രണ്ടാമത് തിക്നെസ് ഉള്ളത് ആപ്പിൾ കൊണ്ടുള്ളതാണ്. ബാക്കിയെല്ലാം കുറച്ച് ലൂസ് കൂടുതലുള്ളതാണ്. നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ലസ്സിയാണ് കേട്ടോ, മിൻറ്റ് ലസ്സി. ഇതിൽ ഞാൻ കുറച്ച് കുതിർത്തിയ കശുവണ്ടിയും മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തിയ കശുവണ്ടിയും മിൻറ്റ് ലീവ്സും ചേർത്ത് കൊടുക്കാം. മിൻറ്റ് ലീവ്സിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക. മിൻറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ലസ്സി വളരെ ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കൂടുതൽ തൈര് ചേർക്കണം കേട്ടോ. ഞാനിവിടെ 3.5 ഡെസേർട്ട് സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിൽ കുറച്ച് കൂടുതൽ തൈര് ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ തൈര് ചേർത്തു, പഞ്ചസാരയും ചേർത്തു, ടേസ്റ്റിനുള്ള ഉപ്പും ചേർത്തു. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വളരെ പോഷകസമൃദ്ധമായ ഒരു ഇലയാണ് മിൻറ്റ് ലീവ്സ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നല്ലൊരു മൗത്ത് ഫ്രഷ്നറും കൂടിയാണ് മിൻറ്റ് ലീവ്സ്. ദിവസവും 2-3 മിൻറ്റ് ലീവ്സ് നമ്മൾ ചവച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം മിൻറ്റ് ലസ്സി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. അപ്പോൾ മിൻറ്റ് ലസ്സിയും ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് ചെറുതായി കട്ട് ചെയ്ത ചെറി ചേർത്ത് കൊടുക്കാം. ചെറി ചേർത്താലും വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇത് നമ്മൾ കഴിക്കുമ്പോഴേക്കും ചെറി ബൈറ്റ് ചെയ്യാൻ കിട്ടുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസ് കട്ട് ചെയ്തതും ചേർക്കാം, അല്ലെങ്കിൽ ബദാം ചെറുതായി കട്ട് ചെയ്തതൊക്കെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ചെറി കട്ട് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 5 ടേസ്റ്റിലുള്ള ലസ്സി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അടിപൊളി ടേസ്റ്റുള്ള ലസ്സിയാണിത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ടേസ്റ്റ് വ്യത്യാസപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഈ ലസ്സി എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിൻറ്റ് ലസ്സിയാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഓരോ ദിവസവും ഓരോ ടേസ്റ്റുള്ള ലസ്സി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്. പാലിനേലും വളരെ ഹെൽത്തിയാണ് നമ്മൾ തൈര് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്